ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിൽക്കുന്നത് റോമിലെ 7 കുന്നുകളിലൊന്നായ എസ്കുലിൻ കുന്നിൻ്റെ നെറുകയിലാണ്. ഇങ്ങനെ തീർത്ത് പറയാൻ കാരണമുണ്ട്. ഈ പള്ളി, അതായത് സാന്താ മരിയ മജോറെ എന്നുള്ള ഈ ബസിലിക്ക പള്ളി ഉണ്ടായത് ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ സാഫല്യമാണ്. ഈ സ്വപ്നം എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും ഞാൻ ചുരുക്കത്തിൽ ഒന്നുകൂടെ പറയാം. ഐതിഹ്യം അനുസരിച്ച് റോമിലെ സമ്പന്നനായ പാട്രീഷ്യൻ ജോവാനിയും അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ലിബീരിയസ് മാർപ്പാപ്പായും സമാനമായ ഒരു സ്വപ്നം കണ്ടു. ഈ സ്വപ്നത്തിലൂടെ ഹോളി മദർ ഒരു പള്ളി പണിയാനായിട്ട് അവരോട് ആവശ്യപ്പെടുകയായിരുന്നു. എവിടെയാണ് പണിയണം എന്നുള്ളതും മാതാവ് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഒരു അത്ഭുതം കാണുമെന്നാണ് മാതാവ് പറഞ്ഞിരുന്നത്. സംഭവിക്കുന്നത് AD 352 ആഗസ്റ്റ് മാസം 4-ാം തീയതി ഒരു വേനൽക്കാലത്തായിരുന്നു. പിറ്റേ ദിവസം, അതായത് ഓഗസ്റ്റ് 5-ാം തീയതി, അത്ഭുത അടയാളം നോക്കി നടക്കവേ അവർ എസ്കലൈൻ കുന്നിൻ്റെ മുകളിൽ മഞ്ഞുവീഴ്ച ഉണ്ടായതായി കാണപ്പെടുകയും അടയാളം സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നതാണ് ഐതിഹ്യം. ഇതിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് 5-ാം തീയതി റോസിൻ്റെ പെറ്റൽസ് കൊണ്ട് പുഷ്പവൃഷ്ടി ഉണ്ടാക്കുകയും തിരുനാൾ ആഘോഷിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കാണുവാനായിട്ട് നമുക്ക് അകത്തേക്ക് കിടക്കാം. അതിനുവേണ്ടി ഞാനിവിടെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് അകത്തേക്ക് കയറുകയാണ്. പുറത്ത് നല്ല മഴയുണ്ട്. റോമിലെ മാതാവിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ആദ്യത്തെയും ഏറ്റവും വലിയതുമായ പള്ളിയാണ് ഇത്. ഒരു റോമൻ കാത്തലിക് ചർച്ചിൻ്റെ പള്ളി പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിന് 3 ആനാംവാതിലുണ്ട്. ഒരെണ്ണം ഹോളി ഡോറാണ്, അതാണ് ഈ കാണുന്നത്. പോർട്ട സാന്ത എന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇത് 25 വർഷം കൂടുമ്പോഴാണ് വിശ്വാസികൾക്കായിട്ട് തുറന്നു കൊടുക്കുന്നത്. പൂർണ്ണ ദണ്ഡവിമോചനം സഭ അംഗീകരിച്ചിട്ടുള്ളതുമാണ്. ഇത് ഞാനിപ്പോൾ അകത്ത് കയറിയിട്ടുണ്ട്. അതിവിശാലമായിട്ടുള്ള ഒരു സ്വർണ്ണ കൊട്ടാരത്തിൽ കയറിയ പ്രതീകമാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടോ, പള്ളിയുടെ അകത്ത് ഒരു ലൈറ്റ് പോലും തെളിച്ചിട്ടുമില്ല. പുറത്ത് മഴ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് നോക്കിക്കേ, എത്ര ചൈതന്യവും എത്ര പ്രകാശപൂരിതമാണ് ഈ പള്ളി നോക്കിയേ. അന്നത്തെ കാലത്ത് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണ്ണമാണെന്നാണ് ഇത് പറയപ്പെടുന്നത്. ഒരുപക്ഷെ ഇത് ഭിത്തിയിൽ പതിപ്പിച്ച് വെച്ചേക്കുന്ന കാരണം ഇതിവിടെ ഇരിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതെല്ലാം വിറ്റ് പാവങ്ങൾക്ക് കൊടുത്തേനെ. 16-ാം നൂറ്റാണ്ടിലെ ട്രെൻഡിങ് ആയിട്ടുള്ള ബാറോക്ക് വാസ്തുവിദ്യയാണ് ഇവിടെ കൂടുതലും കാണപ്പെടുന്നത്. അതുപോലെ തന്നെ റോമൻ വാസ്തുവിദ്യയും ക്ലാസിക് റൊമാനസ് വാസ്തുവിദ്യയും കാണാൻ സാധിക്കും. ഈ ബസിലിക്കയുടെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആണ് ഇവിടുത്തെ റിലീക്കുകൾ. സാക്രക്കുള്ള, അതായത് ഉണ്ണീശോയുടെ പുൽത്തൊട്ടിലിൻ്റെ 5 പലകകളിൽ ഒരു പലക ഇപ്പോഴും ഇവിടെ റിലീക്കായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. 2019 വരെ ഇവിടെ 5 പലകളുണ്ടായിരുന്നു. അതിൽ 4 ഫ്രാൻസിസ് മാർപ്പാപ്പ അതിൻ്റെ യഥാർത്ഥ സ്ഥലത്തേക്ക് തിരിച്ചു കൊടുത്തു, ജെറുസലേമിലേക്ക് തിരിച്ചു കൊടുത്തു. പിന്നെ വിശുദ്ധ ജെറോമിൻ്റെ റിലീക്കുകൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ മാർപ്പാപ്പമാരുടെ കബറിടങ്ങൾ, സാലസ് പോപ്പുലി റൊമാനി എന്ന് പറയുന്ന ഐക്കൺ. പിന്നെ പ്രധാനമായും മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. അതിൻ്റെ പേര് റെജീന ദെല്ല പാച്ച എന്നാണ്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായിട്ടെല്ലാം കാണാം. ലേയോ 12-ാമൻ മാർപ്പാപ്പയുടെ പൊന്തിഫിക്കേഷൻ സമയത്ത് ജുസപ്പെ വലാഡിയർ നിർമ്മിച്ച സ്നാപക യോഹന്നാൻ്റെ സ്വർണ്ണ സ്റ്റാച്ചുവാണിത്. അതിനോടനുബന്ധിച്ച് അദ്ദേഹം ഒരു സ്നാനത്തൊട്ടിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ കാണുന്ന ഈ സ്വർഗാരോപിത മാതാവിൻ്റെ ചിത്രം ലൊറെൻസോ ബെർണീനിയുടെ പിതാവായ പിയത്രോ ബെർണീനി നിർമ്മിച്ചതാണ്. ലൊറെൻസോ ബെർണീനി അടക്കം ചെയ്തത് ഈ പള്ളിയിൽ തന്നെയാണ്. പ്രധാന ആൾത്താര കൂടാതെ തന്നെ പള്ളിയുടെ 2 സൈഡിലും വിവിധ കപ്പേളകളുണ്ട്. ഇത് ഒരു സൈഡിലെ കപ്പേളയാണ്. ഇവിടെ മുഴുവൻ കുമ്പസാരത്തിനുള്ള സൗകര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് കുമ്പസാരത്തിൻ്റെ പള്ളി എന്നും കൂടിയാണ് അറിയപ്പെടുന്നത്. ഇനി നമ്മൾ കാണുന്നത് സിസ്റ്റൈൻ ചാപ്പലാണ്. ഇത് 15-ാം നൂറ്റാണ്ടിലാണ് ഉണ്ടാക്കിയത്. സിസ്റ്റസ് മാർപ്പാപ്പയാണ് ഇതിന് കമ്മീഷൻ ചെയ്തത്. നാറ്റിവിറ്റിയുടെ ചാപ്പൽ എന്നും ഇതിനെ അറിയപ്പെടുന്നു. മാർപ്പാപ്പയുടെ വിശ്വസ്തനായ വാസ്തുശില്പിയായ ഡൊമേനിക്കോ ഫൊന്താനയാണ് ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ചിറകുകൾ വിരിച്ച മാലാഖമാരാൽ 4 മാലാഖമാരാൽ പേടകം പേർന്ന് ഈ സ്തൂപം നിർമ്മിച്ചേക്കുന്നത് വെൺകലത്തിലാണ്. ജെറുസലേമിൽ സോളമൻ രാജാവ് നിർമ്മിച്ച കൂടാരത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് കാണുന്നത്. അടുത്തത് കപ്പേള ദെല്ല ക്രൂച്ചിഫിസോ ആണ്. ഇതാണ് ഏറ്റവും അവസാനമായിട്ട് ഉണ്ടാക്കിയ ചാപ്പല്. ഇത് 17-ാം നൂറ്റാണ്ടിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. യെല്ലോ മാർബിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫെർദിനാന്തോ ഫൂഗ എന്ന വാസ്തുശില്പിയാണ് ഇത് നിർമ്മിച്ചത്. പിന്നെ ഈ മേളിൽ കാണുന്ന ഈ മകുടം, ഇതാണ് ബാറോക്ക് വാസ്തുശില്പകലയുടെ പ്രത്യേകത. ഇനി നമുക്ക് മെയിൻ അൾത്താരയുടെ അങ്ങോട്ട് പോകാം. താരയിൽ മാർപ്പാപ്പയ്ക്കും മാർപ്പാപ്പ നിർദ്ദേശിച്ചുള്ള വൈദികർക്കും മാത്രമേ കുർബാന അർപ്പിക്കാനുള്ള പെർമിഷനുള്ളൂ. വിശുദ്ധനായ ഇഗ്നേഷ്യസ് ലയോള തൻ്റെ ആദ്യത്തെ കുർബാന 1538 ഡിസംബർ 25-ാം തീയതി ഇവിടെയാണ് അർപ്പിച്ചത്. മെയിൻ അൾത്താരയിലുള്ള ഈ ആബ്സെ മൊസൈക്ക് ചിത്രം നോക്കാം. ഇത് ആദ്യത്തെ ഫ്രാൻസിസ്കൻ മാർപ്പാപ്പയായ നിക്കോളസ് 4-ാമൻ മാർപ്പാപ്പയാണ് പഴയ ആൽസിൻ്റെ മൊസൈക്ക് ചിത്രം മാറ്റി പുതിയ മൊസൈക്ക് ചിത്രം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. 1258 ഇത് റിന്യൂ ചെയ്തത്.
ചിത്രകാരനും മൊസൈസിസ്റ്റുമായ ജാക്കപ്പോ തൊറീത്തിയുടെ കലാസൃഷ്ടിയാണ് ഇത്. ചിത്രത്തിൽ ക്രിസ്തു കന്യാമറിയത്തോടൊപ്പം രാജകീയ സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ടും അതുപോലെ അവരുടെ പാദങ്ങൾ പാദപീഠത്തിൽ വെച്ചിരിക്കുന്നതായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മാതാവിൻ്റെ കിരീടധാരണം എത്ര ഭംഗിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് നോക്കിക്കേ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഈ ബസിലിക്ക പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായ സാക്രക്കുള്ള എന്ന് പറയുന്ന റിലീക്കിൻ്റെ അടുത്തേക്കാണ് പോണത്. സാക്രക്കുള്ള എന്ന് പറഞ്ഞാൽ ഹോളി ക്രിബ് എന്നാണ് അതിനർത്ഥം. ഇത് സ്ഥിതി ചെയ്യുന്നത് മെയിൻ അൾത്താരയുടെ അടിഭാഗത്തെ നിലയിലാണ്. അങ്ങോട്ട് ഇറങ്ങുന്നതിന് വേണ്ടി 2 സൈഡിലും സ്റ്റെയേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റെയേഴ്സ് ഇറങ്ങി താഴോട്ട് ഇറങ്ങി ചെല്ലാം. ജെറുസലേമിലുള്ളതുപോലെ തന്നെ കുറേ തൂക്കുവിളക്കുകൾ ഇവിടെയും സ്ഥാപിച്ചിട്ടുണ്ട്. ഇക്കാരണത്താലൊക്കെയാണ് ഈ ബസിലിക്ക പള്ളിയെ പടിഞ്ഞാറിൻ്റെ ബെത്ലഹേം എന്നും റോമിലെ ബസിലിക്ക ഓഫ് നാറ്റിവിറ്റി എന്നും വിളിക്കപ്പെടുന്നത്. 1848 റോമൻ വാസ്തുശില്പിയായ വെർജീനിയോ വെസ്പഞ്ഞാനിയാണ് ഇത് നിർമ്മിച്ചത്. മാർപ്പാപ്പ വിശുദ്ധ തൊട്ടിലിനെ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് അവിടെ രൂപകൽപ്പന ചെയ്തേക്കുന്നത്. കാണുന്ന ഈ മാർബിൾ സ്റ്റാച്യു പയസ് 9 മാർപ്പാപ്പയുടെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 മരക്കഷ്ണങ്ങളിൽ ഇപ്പോൾ 1 മാത്രമാണ് ഇവിടെ അവശേഷിച്ചിട്ടുള്ളത്. സ്റ്റഡീസ് പറയുന്നതനുസരിച്ച് യേശുവിൻ്റെ ജനനകാലത്ത് പുൽത്തൊട്ടികൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന സിക്കമോർ മരത്തിൻ്റെ അതേ മരക്കഷ്ണങ്ങളാണ് ഇവയെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെ സൂക്ഷിക്കാനായിട്ട് ജൂസപ്പെ വളാഡിയാർ 1802 സ്ഫടികം കൊണ്ട് തൊട്ടിലിൻ്റെ ആകൃതിയിൽ ഉണ്ടാക്കി അതിനകത്ത് സൂക്ഷിച്ചു വെച്ചേക്കുവാണ്. കാണുന്ന റിലീക്കുകൾക്കെല്ലാം നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് കോൺസ്റ്റന്റൈൻ രാജാവിൻ്റെ അമ്മയായ വിശുദ്ധ എലേന രാജ്ഞിയോടാണ്. ഇപ്പം ഞാൻ മുകളിലത്തെ നിലയിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഡോറിൻ്റെ സൈഡിലേക്കുള്ള വ്യൂ ആണ് ഇപ്പം ഞാൻ കാണിച്ചേക്കുന്നത്. നമ്മൾ പോകാൻ പോകുന്നത് പൗളീന ചാപ്പലിലേക്കാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് സുവിശേഷകനായ വിശുദ്ധ ലൂക്ക വരച്ച സാലസ് റൊമാനി പോപ്പുലി എന്ന ഐക്കണാണ്. ഇതിൻ്റെ അർത്ഥം റോമൻ ജനതയുടെ സംരക്ഷണം അല്ലെങ്കിൽ ആരോഗ്യം എന്നാണ്. 16-ാം നൂറ്റാണ്ടിൽ ഫ്ലമീനിയോ പോൺസിയോ, ജ്യൂസെപ്പെ സെസാരി തുടങ്ങിയ കലാകാരന്മാർ ഇതിൽ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ടുണ്ട്. അത്യധികം ആദരിക്കപ്പെടുന്ന അത്ഭുതകരമായ ഈ മരിയൻ ഐക്കൻ്റെ പിന്നിലും ഒരു കഥയുണ്ട്. അതായത് 16-ാം നൂറ്റാണ്ടിൽ റോമിൽ പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ അന്നത്തെ മാർപ്പാപ്പയായ പയസ് 5 മാതാവിൻ്റെ ഈ രൂപവും പിടിച്ച് റോമിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഘോഷയാത്രകളും പ്രദക്ഷിണങ്ങളും പ്രാർത്ഥനകളും നടത്തി. അതിൻ്റെ ഫലമായി പ്ലേഗ് പൂർണ്ണമായും വിട്ടുമാറുകയാണ് ചെയ്തത്. ഇനി അടുത്തത് 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം 1918 ബെനഡിക്ട് 16 മാർപ്പാപ്പ കമ്മീഷൻ ചെയ്ത പ്രതിമയാണ്. മാതാവിൻ്റെ ഈ ഉയർത്തിയ കൈ സൂചിപ്പിക്കുന്ന 2 അർത്ഥങ്ങളിലാണ്. ഒന്ന് സ്റ്റോപ്പ് വാർന്നു, അതുപോലെ തന്നെ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് കൈ ഉയർത്തിയേക്കുന്നതായിട്ടാണ് പറയുന്നത്. ഇനി നമുക്ക് മെയിൻ അൾത്താരെ ഒന്ന് വണങ്ങിയിട്ട് നമുക്ക് പുറത്തേക്ക് കിടക്കാം. ഇനി നമ്മൾ പോകാൻ പോകുന്നത് വിശുദ്ധമായ ഒരു സ്ഥലത്തേക്കാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പോകേണ്ടിയിരുന്നത് സൺ ജോവാനി ലാറ്ററാനോ പള്ളിയിലേക്കായിരുന്നു. പക്ഷേ എനിക്ക് വഴി തെറ്റി ഞാൻ ചെന്നുപെട്ടത് സാന്തക്രോച്ചെ ഇൻ ജെറുസലേമെ എന്ന പള്ളിയിലാണ്. കഴിഞ്ഞ പള്ളി നമ്മൾ കണ്ടത് ഈശോയുടെ പുൽത്തൊട്ടിലിൻ്റെ പല കഷ്ണങ്ങളാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് യഥാർത്ഥ കുരിശിൻ്റെ പല കഷ്ണങ്ങളാണ്. ക്രിസ്തീയ പാരമ്പര്യമനുസരിച്ച് റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റൈൻ 1 അമ്മ എലേന രാജ്ഞിയാണ് വിശുദ്ധ നാട്ടിൽ നിന്ന് യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ തിരുശേഷിപ്പുകൾ റോമിലേക്ക് കൊണ്ടുവന്നത്. ഇതാണ് ഈ ബസിലിക്കയുടെ മെയിൻ അൾത്താര. ഇത് നമ്മൾ റിലീക്കുകൾ സൂക്ഷിച്ചിരിക്കുന്ന ചാപ്പലിലേക്ക് പോകാനായിട്ട് ഇതിൻ്റെ ഇടത്ത് സൈഡിൽ കൂടെ ഉള്ള കോറിഡോറിൽ കൂടെ പോകുമ്പോഴാണ് നമ്മൾ ഈ ചാപ്പലിലെത്തുന്നത്. ഇവിടെ നമുക്ക് യഥാർത്ഥ കുരിശിൻ്റെ പീസുകൾ കാണാനായിട്ട് സാധിക്കും. അതുപോലെ യേശുവിൻ്റെ മുൾമുടിയിലുണ്ടായിരുന്ന മുള്ളുകൾ 2 അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതാണ് ടൈറ്റിലസ് ക്രൂസിസ്. ഇത് ലാറ്റിൻ വാക്കാണ്. ഇതിൻ്റെ അർത്ഥം കുരിശിൻ്റെ ശീർഷകം എന്നാണ്. വാൽനട്ട് മരം കൊണ്ടാണ് ഈ ബോർഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബോർഡിൽ 3 വരികളിലായിട്ടാണ് എഴുതിയേക്കുന്നത്. അതായത് 3-ാമത്തെ വരിയിൽ എഴുതിയേക്കുന്ന ലാറ്റിൻ ഭാഷയാണ്. അതായത് യഹൂദരുടെ നസ്രായ രാജാവായ യേശു എന്നാണ് എഴുതിയേക്കുന്നത്. അതായത് നമ്മുടെ കുരിശുരൂപങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന INRI എന്നുള്ള ഈ സൈഡിൽ ഒരു ഭാഗത്തായി വെച്ചിരിക്കുന്ന ഈ പലക കഷ്ണം നല്ല കള്ളൻ്റെ കുരിശിൻ്റെ ഭാഗമായിട്ടാണ് പറയപ്പെടുന്നത്. അതുപോലെ ഈ കുരിശുരൂപത്തിനകത്ത് കാണുന്നത് യേശുവിനെ കുരിശിൽ തറയ്ക്കാനായിട്ട് ഉപയോഗിച്ച ഒരു നെയിലാണ്. അതുപോലെ തന്നെ വിശുദ്ധ തോമാസ്ലിയുടെ ഇൻഡെക്സ് ഫിംഗറും ഇവിടെയുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന തിരുക്കച്ച ടൂർണിലെ തിരുക്കച്ചയുടെ അതേ ഫോട്ടോകോപ്പിയാണ്. നമ്മൾ എല്ലാ തിരുശേഷിപ്പുകളും ഇപ്പം വേഗത്തിൽ തന്നെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പുറത്തോട്ടിറങ്ങാം. ഇതിനെല്ലാം നമ്മൾ കടപ്പെട്ടിരിക്കുന്ന വിശുദ്ധ എലേന രാജ്ഞിയോടാണ്. ഈ ഫ്രണ്ടിലായിട്ട് കാണപ്പെടുന്നതാണ് വിശുദ്ധ എലേന രാജ്ഞിയുടെ കൊട്ടാരം.
ഇപ്പോൾ ഞാൻ തിരിച്ച് സാന്ത മരിയ മജോറെ ബസിലിക്ക പള്ളിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ടെർമിനി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ്. അവിടുന്ന് 5 മിനിറ്റ് പോലും നടക്കാനില്ല. അപ്പോൾ നമ്മൾ ഈ പള്ളിയുടെ ഫ്രണ്ടിലോട്ടാണ് എത്തിച്ചേരുന്നത്. അടുത്ത റോമൻ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്